ഇപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും വെബ് ബ്രൗസിങ്ങിന് വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം ആയിരിക്കും യൂസ് ചെയ്യുക. ഇപ്പോൾ ഗൂഗിൾ ക്രോമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെർച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോർ ആവുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ ക്രോമിലെ സെർച്ച് ഹിസ്റ്ററി എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് നോർമൽ ഡിലീറ്റിംഗ് മാത്രമല്ല, ഇപ്പം നോർമലായിട്ട് നമ്മൾ ഈ ഒരു ആപ്പിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്താലും പല കാര്യങ്ങളും പിന്നെയും അവിടെ കിടക്കുന്നുണ്ടാവും. അത് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രം കണ്ടാൽ പോരാ, സെക്കൻഡ് സ്റ്റെപ്പും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. എന്തായാലും അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ആദ്യം ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഇങ്ങനൊരു ബട്ടൺ കാണാൻ പറ്റും. ഇത് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ബട്ടൺ വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ 3 ഡോട്ട് ആയിരിക്കും കാണുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇത് ക്ലിയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മുകളിലോട്ട് വരിക. മുകളിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ 3 കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. 3ഉം ടിക്ക് കൊടുക്കുക. ഇതിൽ ലാസ്റ്റ് അവർ എന്നാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ മാറ്റണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ടൈം എന്നുള്ളത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് കംപ്ലീറ്റ് ബ്രൗസിംഗ് ഹിസ്റ്ററി ക്ലിയർ ആവുക. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1 മണിക്കൂറത്തെ ഡാറ്റാസ് മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. എന്തായാലും അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ക്ലിയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ് ബ്രൗസിംഗ് ഹിസ്റ്ററി ഇതിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഓക്കെ ഗോട്ട് ഇറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ ഒരു കാര്യവും കാണാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ചെയ്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല കാര്യങ്ങളും ഗൂഗിൾ മൈ ആക്ടിവിറ്റിയിൽ കിടക്കുന്നുണ്ടാവും. അപ്പം അവിടുന്ന് കൂടി ഡിലീറ്റ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ഗൂഗിളിൽ ഗൂഗിൾ മൈ ആക്ടിവിറ്റി എന്നുള്ളത് സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്താൽ ഇതുപോലുള്ള ഒരു വെബ്സൈറ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. myactivity.google.com. ആ ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം ഇവിടെ താഴെ നമുക്ക് വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഗൂഗിൾ ക്രോമിൻ്റെ ഇത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൽ സ്റ്റോർ ആയിട്ടുള്ള ഗൂഗിൾ ക്രോമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതുകൂടി ഡിലീറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, ഇവിടെ മുകളിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ഓൾ ടൈം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഗോട്ട് ഇറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ഒരു മൈ ആക്ടിവിറ്റിയിൽ നിന്നും ഗൂഗിളിൻ്റെ സെർച്ച് ഹിസ്റ്ററി നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗൂഗിൾ ക്രോമിൻ്റെ സെർച്ച് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.